നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്. RDS പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പുതിയ അപ്ഡേറ്റ്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന റോഡ് ആറ്റിങ്ങലിലോട്ടും ഇടത്തോട്ട് നമ്മൾ കണ്ട റോഡ് തിരുവനന്തപുരം ഭാഗത്തേക്കുമാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്നത്. മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കാണുന്നത് RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ അവരുടെ ഓഫീസും പിന്നെ ഇവരുടെ യാർഡും മറ്റ് സാമഗ്രികളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. 2 മാസം മുമ്പേ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതായിരുന്നു വീഡിയോ എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് കടമ്പകളേറെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ നേരത്ത് ബൈക്കിനകത്ത് പോയപ്പം കുറച്ച് സ്ഥലത്തൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ചവിട്ടി കയറ്റിയാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോളം വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സ്പീഡിലാണ് വിടുന്നത്. ഇപ്പം 3 ഇരട്ടി വേഗത്തിലാണ് ഓടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ രാമച്ചമ്പള. ഇവിടുത്തെ കാര്യം പഴയതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള പണികൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. നമ്മൾ കുന്നിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പഴയ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനി കഥ ആരംഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിരുന്നു ടാറിങ് ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് 6 വരി പാത വരുന്ന ഭാഗത്തായിട്ട് തന്നെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയായിരുന്നു. ഇപ്പം ആദ്യത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാമച്ചമ്പള എത്തുന്നിടം വരെയുള്ള ഭാഗത്തായിട്ട്, രാമച്ചമ്പള വരെ ഇല്ല, അതിന് തൊട്ട് മുമ്പ് വരെയാണ് ഇവർ ടാർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലെയർ ടാർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തും വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ മുകൾ ഭാഗം കൂടെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ പണിയും കൂടെ ബാക്കിയാണ്. നമ്മൾ രാമച്ചമ്പള എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ചെറിയൻകീഴ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. പിന്നെ മുമ്പോട്ട് വരുമ്പം 2 സൈഡിലും ഇനി പുതിയ പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്ഥാപിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ പണികൾ ഒരുപാട് ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയാണ് കിടക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ 2 ഗർഡറുകളുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള മാറ്റങ്ങളുള്ള. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയൊക്കെ കിടന്നതുപോലുള്ള ലോഡ് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഒരുപാട് ലോഡ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ട് ഇപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ഭാഗവും ടാറിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കണ്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങാനുള്ള ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു വഴി തിരിച്ചു വിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേപ്പുറത്തുള്ള മണ്ണെടുത്ത് നീക്കം ചെയ്യേണ്ട പണികളുണ്ട്. നമ്മൾ കൊല്ലമ്പുഴ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടിപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇവിടെ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറേ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതായിരുന്നു കണ്ടത്. ഇപ്പോൾ ആ മണ്ണൊക്കെ നിരത്തി കഴിഞ്ഞേച്ച് ഇവിടെ 2 സൈഡിലും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും ഓടയുടെ നിർമ്മാണമൊക്കെ ഈ ഒരു സ്ഥലത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഇവർ വർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം ഒന്നും കൂടെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞേച്ച് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇവിടെ ഉടൻ തന്നെ ടാർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മളിനി നേരെ വരുന്നത് വാമനപുരം നദി കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം പിയർ ഗ്യാപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ ഗർഡർ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് വാമനപുരം നദി എടുത്ത് വരെ നമുക്കിപ്പം ബൈക്കിൽ നേരെ വരാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ചിപ്പുറം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റിങ്ങൽ ചുറ്റി കറങ്ങി അടിച്ചിട്ട് വേണം ഇവിടെ വരാൻ. നമ്മളിപ്പം വാമനപുരം പാലം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ എന്നാണ്ട് ഇവിടെ ഒരു വലിയ കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ അടുത്ത് വലിയ പാറകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഇപ്പം മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടതിനൊക്കെ കൂടുതൽ മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേഗത്തിലുള്ള പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് പാലാംകോണം ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. തോപ്പിച്ചന്ത പേരാണം റോഡാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെയ്തപ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം നമുക്കറിയാം. അപ്പം അവിടെ ഒരു പാലത്തിൻ്റെ കൂടെ നിർമ്മാണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് പാലാംകോണം ഭാഗത്തോട്ടാണ് വരുന്നത്.
നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കായി കൂടുതൽ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ്, ഗംഭീര പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാം സർവീസ് റോഡ് അത്യാവശ്യം പൊക്കത്താണ് ഉള്ളത്. ഇപ്പം 6 വരിപ്പാത നേരെ താഴെ കൂടെ ആയിരിക്കും വരുന്നത്. നല്ല പൊക്കമുള്ള ഭാഗം വരുമ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗം അവർ കുറച്ചും കൂടെ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ അന്ന് മണ്ണ് വലുതായിട്ട് നീക്കം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം കുറേ ലോഡ് ഈ ഒരു മണ്ണ് ഈ ഒരു ഭാഗത്തു നിന്ന് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാലാങ്കോണം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലെത്തി അപ്പുറത്തോട്ട് വരുമ്പോഴും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് കൂടുതൽ നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പാലാങ്കോണം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ MLA പാലത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്തെല്ലാം പൊക്കമുള്ള ഭാഗത്ത് നിന്നെല്ലാം മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ ഇനിയും തുടങ്ങാനുണ്ട്. ഇപ്പം നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇനി റിട്ടേണിംഗ് വാളാണ് നിർമ്മിക്കേണ്ടത്. ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അവർ റിട്ടേണിംഗ് വാൾ, അതായത് ചെറിയ വാളുണ്ടല്ലോ, അത് ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന റിട്ടേണിംഗ് വാളിൻ്റെ ചെറിയ ബ്ലോക്കാണ് വെച്ചിരുന്നത്. അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം കോൺക്രീറ്റിൻ്റെ ഭിത്തി കെട്ടുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇപ്പം മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ കോൺക്രീറ്റിൻ്റെ ഭിത്തിയായിരിക്കും ഉണ്ടാവുക. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പം കുറച്ച് നീളത്തിലായിട്ട് തന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാളാണ് ഉയർത്തി വെച്ചിട്ടുള്ളത്, മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ MLA പാലം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഈ ഒരു ഏരിയയിലും അവർ 6 വരിപ്പാതയുടെ ആദ്യത്തെ ലെയർ ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തന്നെയാണ് നടക്കുന്നത്. 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. ഇതുവഴിയൊക്കെ ഇനി പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്നറിയത്തില്ല, ഇനിയോ ഉണ്ടായിരിക്കും. അത് ഇതുവരെയായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ല. നമ്മളിനി നേരെ ബൈപ്പാസിൻ്റെ എൻ്റെ ഭാഗമായിട്ടുള്ള ആയങ്കോണം ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്, മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്കാണ്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ആ ഒരു ലെവലിലായിട്ട് 2 സൈഡിലും ഭിത്തി കെട്ടി മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള പണി ഈ ഒരു ഭാഗത്തും പുരോഗമിച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഈ ഒരു ഏരിയയും ടാർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ഇനിയും പണി നടക്കാനുണ്ട്. ആ ഒരു ഏരിയയിൽ അവിടെ വെള്ളക്കെട്ട് പോലൊക്കെ കിടക്കുകയാണ്. വലത്തെ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് ഞങ്ങൾ പോയത് ബൈക്കിനകത്ത്. പക്ഷേ വളരെ പാടാണ്, മെറ്റിലൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ നേരെ ആയങ്കോണം ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പം ഇവിടെ നല്ല ഹൈറ്റിലായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലും ഇനി കുറച്ചും കൂടെ നീളത്തിൽ ഡ്രൈനേജിൻ്റെ പണി തുടങ്ങാനുണ്ട്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് കുറച്ച് ഉയരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വലത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. വലത്തെ സൈഡിൽ കൂടിയാണ് ക്രാഷ് ബാരിയർ മാത്രമായിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഹൈറ്റിൽ സർവീസ് റോഡ് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ക്രാഷ് ബാരിയർ വരാനുള്ള സാധ്യതയില്ല. അപ്പം പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ എൻ്റെ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബൈപ്പാസ് ഈ ഒരു ഭാഗത്ത് അടിയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു റോഡ് ക്രോസ് പോകുന്നുണ്ട്, അത് ചിലപ്പം മുകളിൽ കൂടി കടന്നു പോകും, അല്ലെങ്കിൽ അതിനെ സർവീസ് റോഡിലോട്ട് കണക്ട് ചെയ്ത് വിടും. ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.